ഡൽഹിയിൽ ഇന്ന് എന്തും സംഭവിക്കാം എന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച ചലോ സൻസദ് മാർച്ചിന് അനുമതി ഇല്ല എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഉടനീളം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം നിരോധാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ 5 അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നതും പ്രതിഷേധ മാർച്ചുകൾ നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 223 പ്രകാരം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയിലെ അഴിമതികൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുമാണ് CJP പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസമാണ് ബലം പ്രയോഗിച്ച് സദർ ജഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിൽ പ്രതിഷേധിച്ച് പാർലമെന്റ് മാർച്ച് ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്നും സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലിയും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. നിലവിലിപ്പോൾ അഭിജിത് ദീപ്കെ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു സുരക്ഷ ആണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതായത് പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും ജന്തർ മന്ദിറിലും ഡൽഹി പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഉൾപ്പെടുന്ന ഒരു ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലേക്കുള്ള അതിർത്തികളിലും സെൻട്രൽ കനോട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദിറിലെ നിശ്ചിത സമരസ്ഥലത്ത് മുൻകൂർ അനുമതിയോടെ മാത്രമേ പ്രതിഷേധങ്ങൾ അനുവദിക്കൂവെന്നും സമാധാനമായ ഒരു അന്തരീക്ഷം തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഏത് തരത്തിലും എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിലേക്ക് ഡൽഹി മാറുന്ന ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം പാർലമെന്റിൽ സമ്മേളനം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം സുപ്രധാനമായ ചില ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ പാസ്സാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്കായി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം തകർക്കുക, പാർലമെന്റിന്റെ അകത്ത് ഒരു സംഘർഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് 2-3 ആഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി CRPF ഉദ്യോഗസ്ഥരോടും പറയാതെ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് യാത്ര നടത്തിയത് സ്വകാര്യമായി. അത് CRPF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ പാർലമെന്റിന്റെ പുറത്ത് CJPയുടെ നേതൃത്വത്തിൽ പാർട്ടി പാർട്ടികളെല്ലാം കൂടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തി ഒരു കലാപം ഡൽഹിയിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതെല്ലാം അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡൽഹി പോലീസ് കനത്ത സുരക്ഷാ വലയം, അതായത് ത്രിതല സുരക്ഷാ വലയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് പാർലമെന്റിന്റെ അകത്തേക്ക് ഈ പ്രതിഷേധം കയറാനാണ് CJP ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. പക്ഷെ അതെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ ശക്തമായ രീതിയിൽ ഇനിയിപ്പോൾ ലാത്തി വീശുകയാണെങ്കിൽ ലാത്തി വീശ്, ഗ്രനേഡ് ആണെങ്കിൽ ഗ്രനേഡ്, ഷെല്ലാണെങ്കിൽ ഷെല്ല്, അതിന് ജലപീരാണെങ്കിൽ അങ്ങനെ ശക്തമായ ഒരു തിരിച്ചടി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പാർലമെന്റിന്റെ അകത്ത് രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പലതരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിന്റെ പുറത്ത് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള നീക്കവും അത് തടയിടാനായിട്ട് അതിനെ പൊളിച്ചടുക്കുക എന്നുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഡൽഹി പോലീസ് അടക്കം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.